എല്ലാ ദിവസവും ഹാർവസ്റ്റ് ടിവിയിൽ രാവിലെ 6 മുതൽ 7 വരെ പ്രാർത്ഥിക്കുന്ന കേരളം, പ്രേയിങ് കേരള. How sweet you are, Lord. Beautiful Savior. Hallelujah. King of Kings and the Lord of Lords, we thank you. Hallelujah. Hallelujah. Eternal God, we sing hallelujah to your name. Hallelujah. Yahweh, we praise you. Yeshua, we thank you. Yeshua, we glorify your holy name. രണ്ട് കരങ്ങളും ഉയർത്തി രാജാധിരാജാവിനെ ഞങ്ങളോടൊപ്പം കഴിയുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ചേർന്ന് ഹല്ലേലൂയ. We sing hallelujah, 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 hallelujah. എല്ലാവരും പരിശുദ്ധൻ യേശുവേ നീ സ്തുത്യൻ, യേശുവേ നീ സകല നാമങ്ങൾക്കും മീതെ നാമമുള്ളവൻ. 37-ാം സങ്കീർത്തനം 23 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിചയാകയില്ല. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു. അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. യഹോവ ന്യായപ്രിയനാകുന്നു. തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നു. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു. ദൈവമുഖത്ത് നോക്കുന്ന ഒരു വ്യക്തിയെ പോലും ദൈവം ലജ്ജിക്കാൻ സമ്മതിക്കുന്നു അല്ലേ? അവിടെ ഉപയോഗിച്ചൊരു വാക്ക് യഹോവ അവനെ കരം പിടിച്ച് ഉയർത്തുന്നു. അങ്ങനെ ഒരു വാക്യം വായിച്ചില്ലേ? ആ വാക്യഭാഗം ഒന്നുകൂടെ വായിക്കുമോ? അവൻ വീണാലും നിലം പരിചാകയില്ല. യഹോവ അവനെ കൈ പിടിച്ച് താങ്ങുന്നു. യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. യഹോവ അതിൽ നിന്നെല്ലാം അവനെ വിടുവിക്കുന്നു. അവൻ വീണാലും നിലം പരിചയാകയില്ല, കാരണം യഹോവ അവനെ കരം പിടിച്ച് ഉയർത്തും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ബൈബിള് നോട്ട്ബുക്കൊക്കെ ഉള്ളവർ അതൊന്ന് എഴുതി വെക്കുക, പിന്നീട് അത് വായിക്കണം. തീർച്ചയായിട്ടും അഴവേറിയ ദൈവവചന പാഠങ്ങൾ. 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട്
നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മളുടെ മർത്യ ശരീരങ്ങളെ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച് അവൻ തന്നെ നമ്മെ ജീവിപ്പിക്കും. എത്ര ശ്രേഷ്ഠമായ ദൈവവചനത്തിന്റെ പാഠങ്ങളും ഒരു 2 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുക. ഒരുപാട് ആത്മീയ ആശയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ആ 2 വാക്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ ജീവിതം രാവിലെ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി കിടക്കയിലേക്ക് പോകുന്നത് വരെ 100,000 കാര്യങ്ങളില്ല കിടക്കുക. അപ്പം നമ്മൾ ജോലി, ബന്ധപ്പാടുകൾ, ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ, കടമകൾ, കൊടുക്കവാങ്ങലുകൾ എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേക്ക് നമ്മൾ അല്പം പോലും എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇത്രയും കാലമൊക്കെ ജീവിച്ചിട്ട് ഇനിയിപ്പോ എന്താ പ്രയോജനം? ഞാൻ ഈ ചെയ്തതൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇത് നാളെ നിലനിൽക്കുന്നതാണോ? ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ആകുലതകൾ ഒക്കെ നമ്മെ ബാധിക്കാം. എങ്കിലും കിടന്നുറങ്ങുന്നു, നിർബന്ധത്താൽ നമ്മൾ എഴുന്നേൽക്കുന്നു, വീണ്ടും പ്രവൃത്തിയിലേക്ക് കടന്നു വരുന്നു. മനുഷ്യ ജീവിതം അങ്ങനെ ദുസ്സഹമാകുമോ? നമ്മുടെ അടുത്ത് പിശാച് കൊണ്ടുവന്ന് വീണ്ടും ചിന്തകൾ കൊണ്ടിടും. നീ ഇങ്ങനെ അധ്വാനിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല, ഇതിനേക്കാൾ നല്ലത് നീ എവിടെങ്കിലും പോയി തീർക്കുക നല്ലത്. നീ എന്തിനാ ഇങ്ങനെ ഗുഡ് ഫോർ നത്തിങ്, ഒരു പ്രയോജനമില്ല, നീ ഒരു കഴുതയെ പോലെ കിടന്നിങ്ങനെ ഇങ്ങനെ അധ്വാനിക്കുകയാണല്ലോ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നീ അങ്ങ് പോയി ചാക. പിശാച് അത് വന്ന് നമ്മുടെ ചെവിയിൽ ദിനംതോറും ആവർത്തിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം അതിന് നമ്മൾ വശംവദരാകുകയും ചെയ്യും. യേശു പറഞ്ഞൊരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിൽ, കള്ളൻ വരുന്നത് അറുക്കുവാൻ, മുടിക്കുവാൻ, മോഷ്ടിക്കുവാൻ. പാസ്റ്റർ ഒന്നുകൂടെ ഉറക്കെ പറയുമോ? കള്ളൻ വരുന്നത് അറുക്കുവാനും, മുടിക്കുവാനും, മോഷ്ടിപ്പാനും. പക്ഷെ യേശു വന്നതോ നമുക്ക് ജീവനോ സമൃദ്ധമായ ജീവൻ ഉണ്ടാകും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. Quickens. He will, if the spirit of him that raised Jesus from the dead dwell in you, he that raised up Christ from the dead shall also quicken your mortal bodies by the spirit that dwells in you. നിങ്ങളിൽ നശിക്കാവുന്ന, മരിക്കാവുന്ന, ജീർണിക്കാവുന്ന ശരീരങ്ങളെ ജീവിപ്പിക്കും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ക്യുക്കൻ എന്ന വാക്ക്, ജീവിപ്പിക്കുക എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകളുടെ സംക്ഷിപ്തമായ രൂപമാണ്. ഒന്ന് സോ, ZOO, അടുത്തത് പോയോ, POIEO, സോ പോയോ എന്നാണ് ആ വാക്ക്. ക്യുക്കൻ എന്ന വാക്ക്, സോ പോയോ, 2 വാക്കുകൾ. ഒന്ന് സോ, ZOO, 2 പോയോ, POIEO. ഇനി സോ എന്ന വാക്കിന്റെ അർത്ഥം ജീവൻ എന്നാണ്. എന്നാൽ ബൈബിളിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ ജീവൻ എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്ന വാക്ക് പോയോ മീൻസ് ടു ഗോ, ഐ മീൻ ടു ഡു. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരുമ്പോ അതിന്റെ അർത്ഥം ടു മേക്ക് എലൈവ് വിത്ത് ലൈഫ് ഓർ ടു റീവൈറ്റലൈസ്, നമ്മെ റിജുവിനേറ്റ് ചെയ്യുക. നമ്മൾ തളർന്നു കിടക്കുക, അല്ലെങ്കിൽ നല്ല വെയിലത്ത് ഭാരമേറിയ ഒരു കെട്ട് തലയെ വെച്ച് നമ്മൾ നടക്കുന്നു, ഭയങ്കര ചൂട്, ഭയങ്കര ക്ഷീണം. അപ്പൊ നല്ല മധുരവും ഉപ്പും ഒക്കെ ഇട്ട് ഒരല്പം നാരങ്ങ വെള്ളം നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തോ ഒരു ബലം, നമ്മുടെ ഭാരം മാറുന്നില്ല. നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചത് കൊണ്ട് സൂര്യൻ തീരുമാനിക്കുന്നില്ല എന്ന് ഇനി പ്രകാശിക്കാതിരിക്കാം, അതിന്റെ ചൂടൊന്ന് കുറച്ചേക്കാം എന്നൊന്നും തീരുമാനിക്കുന്നില്ല. പക്ഷെ ആ നാരങ്ങാവെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ആ ഭാരം എടുത്തുകൊണ്ട് വളരെ ദൂരം യാത്ര ചെയ്യുവാൻ നമ്മുടെ ഉള്ളിലൊരു ബലം. ഞാൻ പറയട്ടെ, ആ വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, കഴിഞ്ഞ രാത്രിയിൽ ജീവിതത്തിന്റെ ക്ലേശങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ഉറങ്ങിക്കാണും, ചിലപ്പോൾ ഉറങ്ങിക്കാണില്ല. ബെഡിൽ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് ഒരുപക്ഷെ പറമ്പിൽ പോയി, വസ്തുവിൽ മരത്തിൽ പോയി കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞ വ്യക്തിയാകാം.
ചില വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ സന്ധ്യയാകുമ്പോൾ ഹസ്ബൻഡ് മദ്യപാനി ആയതുകൊണ്ട് ഉപദ്രവിക്കുന്നത് കൊണ്ട് മരത്തിൽ കയറും ശരീരവും മരവും കൂടെ ചേർത്ത് കെട്ടിവെച്ചിട്ട് അവരും തങ്ങളുടെ മക്കളും കൂടെ ഉറങ്ങുന്ന വിവരങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ മാന്യ വനിത പറഞ്ഞൊരു കാര്യം, എനിക്കിനി ഒരു നിമിഷം പോലും ജീവിക്കേണ്ട. ദൈവത്തിന്റെ വചനം ആ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തു. ഒരുപാട് കൗൺസിലിങ്ങിലൂടെ കടന്നുപോയി. അവയ്ക്കൊന്നിനും തന്നെ സഹായിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു, നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഏതാത്മാവ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്? യേശുവിനെ മരിച്ചു വരുന്നത് ഉയർപ്പിച്ച പിതാവിന്റെ ആത്മാവ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഇനി ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് നീയും ഞാനും പറഞ്ഞെടുത്ത്, സുല്ലിട്ടെടുത്ത്, ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് ഇന്ന് പകൽ there is a power that wants to touch your life. Oh, there is somebody wants to touch your life and quicken your spirit that you will be able to conquer many more heights in life. ജീവിതത്തിൽ കൂടുതൽ വീണ്ടും ഉയരങ്ങൾ കീഴടക്കുന്ന വ്യക്തിയായി താങ്കൾ മാറുന്ന നിലയിൽ ആ ഉയരത്തിന് ശക്തി കൊണ്ട് താങ്കളെ തൊട്ട് ജീവിപ്പിക്കുവാൻ ഇന്ന് പകൽ ഞാൻ സന്തോഷത്തോടെ, ഉറപ്പോടെ, അനുഭവത്തോടെ പറയട്ടെ, പരിശുദ്ധാത്മാവുണ്ട്. രണ്ട് കരങ്ങളും ഉയർത്തി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, I need Lord the divine surge of supernatural power of the Holy Spirit in my life, Lord. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ആത്മാവിന്റെ ജീവിപ്പിക്കുന്ന അത്യന്ത ശക്തി ഈ പകൽ എന്റെ മർത്യ ശരീരത്തിലേക്ക് വരണം. താങ്കളുടെ ജീവിതം ഇനി പഴയതുപോലല്ല. ഒരു പുതിയ വാതായനത്തിൽ, ഒരു പുതിയ വാതിലൂടെ ദൈവശക്തിയോടെ കടന്നു പോകും. താങ്കൾ എവിടെ മതിയെന്ന് പറഞ്ഞുവോ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു യേശു. ഇനി ഞാൻ മുൻപോട്ട് പോകില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ഒരു പുതിയ വഴി തുറന്നു തന്ന് ഒരു പുതിയ മേഖലയിൽ താങ്കളെ ഉയർത്തുവാൻ there is somebody who can make a turn around in your life and his name is Jesus. അവന്റെ നാമം യേശു. And he has always great things for your life. താങ്കളുടെ ജീവിതത്തിന് വേണ്ടി ഈ യേശുവിന് വലിയ കാര്യങ്ങളുണ്ട്. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. He who raised Jesus from the dead shall quicken your mortal body with his same spirit that lives in you. നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ അതേ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി തന്നെ യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചതുപോലെ നിങ്ങളെ ഉയർപ്പിക്കും. റിസൾട്ട്, you will conquer many more heights. നിങ്ങൾ വലിയ ഉയരങ്ങൾ കീഴടക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വലിയ ഉയരങ്ങൾ കീഴടക്കും. ഞാനിങ്ങനെ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് കേൾക്കുന്ന ദൂത് വീണ്ടും വിളിച്ചു പറയട്ടെ, നിങ്ങൾ വലിയ ഉയരങ്ങൾ വീണ്ടും കീഴടക്കും. 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, only trust in God, do not let your heart be troubled. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. രണ്ട് കരങ്ങളും ഉയർത്തി എന്നോട് ചേർന്ന് ഈ പറയുന്ന വാക്കുകൾ ചേർന്ന് പറയണം. I am born to conquer great heights by the power of the Holy Spirit. I am born to conquer great heights in life by the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ വലിയ ഉയരങ്ങൾ കീഴടക്കേണ്ടതിന് വേണ്ടി ജനിച്ച വ്യക്തിയാ ഞാൻ. രണ്ടും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നോട് ചേർന്ന് ആവർത്തിച്ച് ഉറക്കെ ഉറക്കെ വിളിച്ചു പറ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വലിയ ഉയരങ്ങൾ കൈയടക്കേണ്ടതിന്, കീഴടക്കേണ്ടതിന് ജനിച്ച വ്യക്തിയാ ഞാൻ. I am born to conquer heights by the power of the Holy Spirit. Oh, I am born to conquer. I am born to conquer great heights in life by the power of the Holy Spirit. Father, in Jesus' name, I come against every spirit of depression in Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ ആ നിരാശയുടെ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും യേശുവിന്റെ സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ. ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ I pray, Father, that you will raise each of us, that we will conquer the heights which you want each of us to conquer. യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരും കീഴടക്കേണ്ട കൊടുമുടികൾ, ജീവിതത്തിന്റെ ഉയർച്ചയുടെ പടവുകൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവിനാൽ കീഴടക്കുവാൻ ബലമുള്ളവരായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ
മതിയെന്ന് പറഞ്ഞെടുത്ത് ഒരു പുതിയ തുടക്കം തന്ന, എന്നും താങ്കളെ കരം പിടിച്ചുയർത്തുന്ന, ആ സമൃദ്ധമായ ജീവൻ നൽകുന്ന ആ യേശുവിൽ വിശ്വസിക്കുക. താങ്കളുടെ ജീവിതം എന്നും ശോഭനമായി തീരും. ഇരുട്ടിൽ അവസാനിക്കില്ല. യേശു എന്ന വെളിച്ചത്തിൽ താങ്കൾ സമൃദ്ധമായി ജീവിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരങ്ങളുടെ വിടുതലുകൾ കാണാൻ കർത്താവ് നമുക്കിടയാക്കി. എന്റെ ഏറ്റവും സന്തോഷം ഒരാളുടെ പനി മാറിയെന്നോ അല്ലെ ക്യാൻസർ മാറിയെന്നോ പറയുന്നത് ഇതിനേക്കാൾ എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും സന്തോഷം യേശു ഓരോ വ്യക്തിയുടെയും കണ്ണുനീരൊപ്പി എന്ന് കേൾക്കുമ്പോൾ എത്ര സന്തോഷമാണ്. You got Jesus. The truth is you got Jesus. സത്യമെന്ന് പറയുന്നത് എനിക്ക് നിനക്ക് യേശുവുണ്ട്. നെഞ്ചത്ത് കൈവച്ചോണ്ട് ഉറക്കെ പറ, എനിക്ക് യേശുവുണ്ട്. ഒരു സഹോദരി വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, അവർക്ക് ലിവറിന് ഒരു സഹോദരിയാണ്. ലിവറിന് ശരീരത്തിന് ശരിയായ ബലം വെച്ച് വെച്ച് വീട് കട്ടിലെ തന്നെ കിടപ്പായിരുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു സൗഖ്യമായി. ഇപ്പോൾ അവർ പറഞ്ഞത് എഴുന്നേറ്റ് നടക്കാൻ മാത്രമല്ല എല്ലാ ജോലികളും ചെയ്യുന്നു, യാതൊരു എല്ലാ ജോലികളും യേശു സൗഖ്യമാക്കിയ അത് തികഞ്ഞ സൗഖ്യമാണ്. യേശുവിന്റെ അടിപ്പിണരുകളാണ് നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. അവിടെ ഉപയോഗിച്ചു, ഭൂതകാലത്തിൽ അവിടെ ഉപയോഗിച്ചു. യേശു ഏറ്റ മുറിവുകൾ നമ്മുടെ സൗഖ്യം വന്ന് കഴിഞ്ഞു വിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അടുത്ത പ്രൈസ് റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ലിവർ സംബന്ധമായി മദ്യപിച്ചും മഞ്ഞപ്പിത്തവും ഹെപ്പാറ്റൈറ്റിസ് എന്ന് വേണ്ട പലതരത്തിലുള്ള രോഗവും കെടുതികളും മദ്യപാനവും നിമിത്തം ലിവറും ആന്തരിക അവയവങ്ങളും ദ്രവിച്ച ആയുസ് അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ലാതെ കിടന്ന് വലയുന്ന ആയിരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്കൊരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ ലിവർ സംബന്ധമായി വിഷമത്തിലൂടെ കടന്നു പോകുന്നവരെങ്കിൽ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു താങ്കളെ സൗഖ്യമാക്കുന്നു. രണ്ട് കരവും ഉയർത്തി പറ, യേശുവേ എനിക്ക് നീ തരുന്ന ജീവിതം, എനിക്ക് തരുന്ന ആയുസ്, യേശുവേ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. എന്നോട് ചേർന്ന് ഉറക്കെ പറ, ഐ നീഡ് ജീസസ് ഇൻ മൈ ലൈഫ്. എനിക്ക് യേശുവിനെ ആവശ്യമുണ്ട്. ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയെ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, പല കാരണങ്ങൾ കൊണ്ട് ലിവറിന് ആന്തരിക അവയവങ്ങൾക്ക് കേടായ അത് നിമിത്തം കഷ്ടപ്പെടുന്ന ജനലക്ഷങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്. ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ സൗഖ്യം വ്യക്തമായി അവരിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, താങ്കൾക്ക് യേശു തന്ന വിടുതൽ ഉടൻ തന്നെ വിളിച്ചു പറയുക. പ്രാർത്ഥന വിഷയങ്ങൾ ലോകത്തിലെ ഏതൊരു രാജ്യത്തിരുന്നാലും 24 മണിക്കൂറും താങ്കൾക്ക് നമ്പറിൽ അത് വിളിച്ചു പറയാവുന്നതാണ്. യേശുവിൻ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. കാട്ടാക്കട രജനി എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞു. അപ്പൊ അവരൊരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ സീപ്പറാണ്. അപ്പൊ അവരോടൊപ്പം ഒരു 6 പേരുടെ ഒരു കേസ്, അവരെ ജോലി സ്ഥിരമാക്കിയില്ലായിരുന്നു. അതിന്റെ ഒരു കേസ് കോടതി നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് യാതൊരു വിധിയും വരാതിരുന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് നേരത്തെ വിളിച്ചു പറഞ്ഞു അത് അവർക്ക് വിധിയായി. അവരെ സ്ഥിരപ്പെടുത്തണമെന്ന്, ഈ മെയ് തീരുന്നതിന് മുമ്പ് സ്ഥിരപ്പെടുത്തണമെന്നായിരുന്നു കേസ്. അത് വിധിയായി. പക്ഷെ അവർ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, സ്ഥിരപ്പെടുത്തണമെന്ന് കോടതിയിൽ വിധി വന്നെങ്കിലും കാരണം ആ ഉന്നത അധികാരിയുടെ യാതൊരു അനക്കവും ഇല്ല, പേപ്പറിൽ യാതൊരു നീക്കമില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു ദിവസം പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞത് അതുവരെ അനക്കമില്ലാത്ത പേപ്പർ ഓഫീസിൽ പോയി തിരക്കിപ്പോ ആ അധികാരികൾ അവരെ അത് ഇതാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഓടി നടക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാം. അത് തന്നെ മുമ്പ് കേട്ടത് ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. നിങ്ങൾ വർഷങ്ങളായി ആഗ്രഹിച്ച് ശ്രമിച്ച കാര്യങ്ങൾ ഓഫീസുകളിൽ ഫയലുകൾക്കിടയ്ക്ക് ചുവന്ന നാടകങ്ങൾക്കുള്ളിൽ കുരുങ്ങിക്കിടക്കുന്ന ഡോക്യുമെന്റ്സ്, അത് നിമിത്തം പല വർഷങ്ങളായി ക്ലേശം അനുഭവിക്കുന്നു. ഈ പകൽ നമുക്ക് അതുപോലെ യേശു പ്രവർത്തിക്കുവാനുള്ളത് കൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ ഡോക്യുമെന്റ്സ് അവിടുന്ന് ഓടും. അത് നിമിത്തം ഉണ്ടാകേണ്ട നന്മ താങ്കളുടെ കരങ്ങളിൽ വരും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ചലിക്കേണ്ട പേപ്പറുകൾ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. അടുത്ത പ്രൈസ് റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഫ്രണ്ടിന്റെ മകൻ ഋഷി
21 വയസ്സ്, ബ്ലഡ് ക്യാൻസർ ആയിട്ട് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ. ഫ്രണ്ടിന്റെ മകൻ ഋഷി 21 വയസ്സ്, ബ്ലഡ് ക്യാൻസർ ആണ്, ലാസ്റ്റ് ആശുപത്രിയിലാണെന്ന് എഴുതിയിട്ടില്ല. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അഞ്ജന ട്രിവാൻഡ്രത്തുനിന്ന് ഇത് വിളിച്ചു പറഞ്ഞിരിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഋഷി 21 വയസ്സുള്ള മകൻ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ, ലാസ്റ്റ് സ്റ്റേജ് വൈദ്യശാസ്ത്രത്തിന് യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും. ഈ പകൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ഋഷി എന്ന മകൻ പൂർണ്ണമായി സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കോട്ടയത്ത് അമ്മിണി എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവരുടെ മകനും കുടുംബത്തിനും ഇംഗ്ലണ്ടിൽ PR ലഭിക്കേണ്ടതിനുണ്ട് പ്രാർത്ഥിക്കുന്ന കേന്ദ്രത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാ തടസ്സങ്ങളും മാറി അവർക്ക് കുടുംബമായി PR അവിടെ ലഭിച്ചു എന്നുള്ളത് നമ്മളെ വിളിച്ചു പറഞ്ഞു. പല രാജ്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തുനിന്ന് പോയിരിക്കുന്ന ആളുകൾക്ക് PR ലഭിക്കാനുണ്ട്. അക്കാമ ലഭിക്കണം, റെസിഡൻസ് പെർമിറ്റ്. ഒരുപാട് നൂലാമാലകളിൽ മനുഷ്യൻ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ കുടുംബാംഗങ്ങളോ താങ്കളുടെ അറിവിൽ ആരെങ്കിലുമോ ഇങ്ങനൊരു വിഷമത്താൽ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽ അത് ഏതു രാജ്യത്താണെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കരം ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം അത്ഭുതകരമായി യേശുവെ അവിടുന്ന് പ്രവർത്തിക്കുന്നത് അവർ വ്യക്തമായി അനുഭവിക്കട്ടെ. മറ്റു രാജ്യങ്ങളിൽ ജോലി ലഭിക്കണം, അവർക്ക് അവിടെ പെർമനൻസി ലഭിക്കട്ടെ. അവരാഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഉയർച്ചയും നന്മയും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. അനുപമ കൊല്ലത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. മകന് ശ്വാസം മുട്ടൽ, മൂത്ത മകന് എക്സാം കഴിഞ്ഞു, കടഭാരം മാറണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു കടന്നുപിടുത്തം സമസ്ത മേഖലയിലും ഉണ്ടാകുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പൈതലിന് പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. കർത്താവെ, ആ കുഞ്ഞുങ്ങളുടെ ശുഭഭാവിക്ക് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ പൂർണ്ണമായി മാറുവാൻ ദൈവിക കൃപ കൊണ്ട് കുടുംബത്തെ യേശുവിൻ നാമത്തിൽ. അമ്മ രഞ്ജിത്ത് കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഹൗസിംഗ് ലോൺ പെൻഡിംഗ് ആണ്. അമ്മയ്ക്ക് കൈകാലിനും സന്ധിവാദം. രഞ്ജിത്തിന്റെ വിവാഹം നടക്കണം. കർത്താവേ, ആ ലോൺ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ഒരു പുതിയ സാമ്പത്തികത്തിന് വഴിയൊക്കെ തുറന്നു കൊടുത്താണ്. എത്രയും പേര് കർത്താവെ ആ ലോൺ തിരിച്ചടയ്ക്കാനുള്ള വഴികളൊക്കെ തുറന്നു കൊടുത്താണ്. അമ്മ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സന്ധിവാദം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അവിടെ സംഭവിക്കേണ്ട പച്ച അവർ രഞ്ജിത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം എത്രയും പേര് നടക്കാനുള്ള ക്രമീകരണങ്ങൾ അങ്ങ് ചെയ്തു കൊടുത്താണ്. അവിടെ നിങ്ങൾ ചെയ്ത കുറേക്കായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്ന വിഷയം ലഭിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ കലവറ തുറന്നാട്ട് അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. റിനു, നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഉറക്കെ പറഞ്ഞാട്ട് സാറേ, ഉറക്കെ പറഞ്ഞാട്ടെ. കുറച്ചുകൂടെ ടെലിഫോൺ പറഞ്ഞാട്ട്. എന്റെ മോന് വേണ്ടി വിളിക്കുകയാണ്. ആ, മോന് ഒരാഴ്ച കൊണ്ട് ഭയങ്കര പനിയും ചുമയായിട്ട് ആശുപത്രി കിടക്കുകയാണ്. അപ്പൊ ഇന്ന് ഡിസ്ചാർജ് ആണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇന്നലെ ആയപ്പോ വൈകിട്ട് പെട്ടെന്ന് ചുമയും പനിയും വന്നു. അപ്പൊ ഇന്ന് ഡിസ്ചാർജായി ഭവനത്തിൽ വരണം, കർത്താവ് വിടിവിക്കണം, വിവാസത്തിലൊന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ വിളിച്ചത്. തീർച്ചയായിട്ടും. സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര്, മോന്റെ പേര് അഭിഷേക്. അഭിഷേക്. ഓക്കെ. സാറിന്റെ പേരെന്താ? എന്റെ പേര് പ്രമോദ്. പ്രമോദ്. എവിടെ നിന്ന് വിളിക്കുന്നത്? പേയാടിൽ നിന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും മിസ്റ്റർ പ്രമോദ്, യേശു മകനെ സൗഖ്യമാക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. മകൻ അടുത്തുണ്ട് എങ്കിൽ മകന്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. അല്ല എങ്കിൽ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുനാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മകന് ഒരാഴ്ചയായിട്ട് തുടർമാനമുള്ള ക്ലേശങ്ങൾ, പനിയെ, കഫക്കെട്ട്, ആ ഇൻഫെക്ഷൻ പൂർണ്ണമായി ആ ശരീരത്തിൽ നിന്ന് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. വാവച്ചൻ പാലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പാല ടൗണിലെ 15 സെന്റ് സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കണം. കർത്താവേ, ഞങ്ങൾ അഭിഷേകങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷേ ആ സ്ഥലം നല്ല വിലയ്ക്ക് വിറ്റുപോട്ട് കർത്താവെ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കുറയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നെല്ലിക്കുട്ടി കുമ്പനാട് നിന്ന് വിളിച്ചിരിക്കുന്നു. മൂത്ത മകൻ ജേക്കബ് ജോർജിന് നല്ല റിസൾട്ട് ഉണ്ടായി. സെന്റ് തോമസ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കണം.
രണ്ടാമത്തെ മകൻ തോമസ് ജോർജ് പഠിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുഭഭാവി ഉണ്ടാകട്ടെ കർത്താവേ. അവരാഗ്രഹിക്കുന്ന വിഷയം ലഭിക്കാനിടയാകട്ടെ. നല്ലൊരു വിജയം നീ കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അമ്മേൻ. ഹേമലത നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ വിസയുടെ പ്രയാസങ്ങൾ മാറണം. മൂത്ത മകന് 27-ാം തീയതി ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്. ഇളയ മകൻ 10ൽ പഠിക്കുന്നു. കർത്താവെ ആ വിസയുടെ വിഷയം അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ സർവ്വ പ്രയാസങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ പേപ്പറുകളും കർത്താവെ അത് ക്ലിയർ ആയി വരട്ടെ. കർത്താവെ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ എക്സാമിന് ഒരു ഉന്നത വിഷയം കൊടുത്താട്ട് ആ 10ൽ പഠിക്കുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവന്റെ ഭാവി അങ്ങ് അനുഗ്രഹിച്ചാട്ട് ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചിന്തകൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാലിന്റെ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന യേശു സൗഖ്യമാക്കി. ഇനി വരാതിരിക്കാൻ പ്രാർത്ഥിക്കുവാനായിട്ട് മിസ്റ്റർ മാത്യു തിരുവല്ലായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കൊച്ചുമക്കൾ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരം ആ കുടുംബത്തിൽ, ആ ജീവിതങ്ങളുടെ മേൽ, ആ കൊച്ചുമക്കളുടെ മേൽ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ എല്ലാ നിലയിലും ഉയർച്ചയും നന്മയും അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. മിസ്റ്റർ മാനുവൽ പാലായിൽ നിന്ന് നമ്മുടെ റെഡിമെയ്ഡ് ഷോപ്പ് നടത്തുന്നു. പാല KSRTC സമീപമുള്ള സ്ഥലം വിൽക്കുവാനിടയാകണം. നല്ല വില വസ്തു വിറ്റു പോകേണ്ടത്. താങ്കളുടെ വസ്തു, വീട്, കൊമേഴ്ഷ്യൽ ലാൻഡ് ആകട്ടെ, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആകട്ടെ, ഏതുമാകട്ടെ, വിൽക്കുവാൻ ശ്രമിച്ചു പല നാളായി, അത് നടക്കുന്നില്ല. ഇന്ന് പകൽ കർത്താവിന്റെ സ്ഥിതി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അതിനുള്ള തടസ്സങ്ങൾ മാറും. അതിനു മുമ്പായി നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 സാറേ, പറഞ്ഞാട്ടെ. ആ തിരുവല്ലായിൽ നിന്ന് അനിയെന്ന് പറഞ്ഞ ആള് വിളിക്കുവാണ്. ഇന്നലെ ഞാൻ പ്രയർ സെന്ററിൽ വിളിച്ചായിരുന്നു. എന്റെ മോള് ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പൊ അവർക്ക് ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ആ ഇന്റർവ്യൂ സമയത്ത് നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഇന്റർവ്യൂ നടന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വരുന്നതിന് മുൻപായിട്ട് അവർ വിളിച്ചു പറഞ്ഞു ജോലി ശരിയായിട്ടുണ്ട്, അതിന്റെ PR പേപ്പറിൽ അയച്ചാൽ പറഞ്ഞ് പെട്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞു. വളരെ സന്തോഷമായിരിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവത്തിന് നന്ദി, വളരെ ആയിരം നന്ദി പറയുന്നു. അതുപോലെ ആ ഇന്റർവ്യൂ നടത്തിയത് ഒരു ദൈവദാസനായിരുന്നു. വളരെ സന്തോഷമായിരുന്നു ആ ദൈവദാസന്. ആമേൻ. മിസ്റ്റർ അനി, താങ്ക് യു. കർത്താവ് നിങ്ങൾക്ക് ദൈവം തന്ന നന്മയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇന്ന് മിസ്റ്റർ അനി പറഞ്ഞതുപോലെ ഇന്റർവ്യൂ ഏതൊരു രാജ്യത്ത് ഏത് മേഖലയിലുള്ള ജോലിക്കാണെങ്കിൽ താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ കടന്നു പോകുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ദൈവമക്കൾ താങ്കളുടെ കൂടെ നിൽക്കാൻ പോകുക. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും we are going to stand with you in prayer and faith for a miracle, for your breakthrough by the power of the Holy Spirit in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ആ വലിയ വിടുതൽ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ താങ്കളുടെ കൂടെ നിൽക്കാൻ പോകുക. ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ഒരു ഇന്ന് ഇന്റർവ്യൂ exams, first round, second round, third round and final round. മാത്രമല്ല ഇന്റർവ്യൂയിലൂടെ പോകുന്നവർ ഞങ്ങളോട് ചേർന്ന കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ അടയാളമായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തിക്ക് വേണ്ടി അവിടുത്തെ കരം നീട്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിജയം അവർക്ക് സംഭവിക്കട്ടെ കർത്താവേ. ഈ മിസ്റ്റർ അനിയുടെ മകൾക്ക് വേണ്ടി ഓസ്ട്രേലിയയിൽ അവൾക്ക് ഇന്റർവ്യൂവിൽ ഫൈനൽ റൗണ്ടിൽ ഗെറ്റ് ത്രൂ ആകുവാൻ, ജോലിക്ക് സെലക്റ്റഡ് ആകുവാൻ അവിടുന്ന് ഇടയാക്കിയതുപോലെ ജോലി സംബന്ധമായി വിഷമിക്കുന്ന ഞങ്ങളുടെ ആയിരക്കണക്കിന് പ്രിയമുള്ളവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ അത്ഭുതകരമായി അവരുടെ വിഷയത്തിന് മേൽ മറുപടി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. പത്തനംതിട്ട ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് അനേകം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ചില ടെസ്റ്റുകൾ നടക്കുന്നു. എല്ലാം നോർമലാണ്. അതുപോലെ തന്നെ അവരുടെ കസിന് ഹാർട്ട് പ്രോബ്ലം ആയിട്ട് ആയിരിക്കുന്ന ബോഡി വീക്ക്, അതിന് ആന്റിയോഗ്രാം ചെയ്യാൻ സാധിക്കുന്നില്ല. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സഹോദരൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറട്ടെ, ദൈവിക പരിപാലനം ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ബലവും ആരോഗ്യവും മാടമേൽ കൊടുത്ത് പരിപൂർണമായി സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സിസിലി കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ആന്റിയുടെ മകൾ വിദേശത്തെ പ്രയാസങ്ങൾ നേരിടുന്നു. നാട്ടിലേക്ക് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾ ആ വിദേശത്തായിരിക്കുന്ന സമയത്ത് കർത്താവെ ഹല്ലേലൂയ പ്രയാസങ്ങൾ കർത്താവെ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവെ. അവൾ മനസ്സിനൊരു സമാധാനത്താൽ യേശുവിന്റെ സമാധാനത്താൽ നിറച്ചാട്ട് കർത്താവ്
എത്രയും വേഗം കർത്താവെ അവൾ അവിടെ നിന്ന് മടങ്ങി വരുവാൻ കർത്താവെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരാനുള്ള ക്രമീകരണം കർത്താവെ അങ്ങ് ചെയ്തു കൊടുത്താട്ട് കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ചില്ല, അപ്പോഴത്തേക്ക് ഫോൺ വന്നത് വസ്തു സംബന്ധമായ വിഷയങ്ങൾ വിൽപ്പന പകൽ കർത്താവ് ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കും. താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ ആ ക്ലേശങ്ങളിലൂടെ പോകുന്നെങ്കിൽ ബിസിനസ്സിലേക്ക് വരാകാം, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ളതാകാം, ഏതുമാകട്ടെ അതിന് മേലുള്ള തടസ്സങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അത്ഭുത കരം ആ വിഷയങ്ങളുടെ മേൽ, ആ വ്യക്തികളുടെ മേൽ, ആ കുടുംബങ്ങളുടെ മേൽ ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. ബോംബെ എന്ന് സുജ വിളിച്ചിരിക്കുന്നത് ഭർത്താവിന്റെ പുകവലി മദ്യവൻ അത് പൂർണ്ണമായിട്ട് മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ നിറയപ്പെടട്ടെ കർത്താവെ. മദ്യപാനത്തിൽ നിന്നും പുകവലിനവന് പരിപൂർണമായി വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സൗദിന്ന് വിളിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. എന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നിടത്ത് വലിയ ക്ലേശങ്ങളായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഹസ്ബൻഡിന്റെ ജോലി മേഖലയിൽ ശാന്തിയും സമാധാനവും ഉണ്ടായി. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അവർ അറിയിച്ചിട്ടുണ്ട്. റിനു ഇന്നലെ വൈകിട്ട് എന്നോട് പറഞ്ഞില്ലേ, റിനു എവിടെ ഒരു കല്യാണത്തിന് പോയപ്പോ പറഞ്ഞാണ് റിനു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് കടന്നുപോയി. അപ്പോ ഒരു ആന്റി എന്നെ കുറെ നേരമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നല്ല സുന്ദരനല്ലേ. പിന്നെ ഞാൻ ആന്റി എന്റെ അടുത്തോട്ട് കടന്നു വന്ന് എന്നോട് ചോദിച്ചു, മോൻ പ്ലെയിൻ കേരളയിലുള്ള മോനല്ലേ? ഞാൻ കുറെ നേരം ആന്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ആന്റിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. നല്ല പ്രോഗ്രാമാ. കല്യാണത്തിന് പോയപ്പോഴും അതല്ല വാസന ഇനിയുണ്ട്. കല്യാണത്തിന് പോയപ്പോഴും കേരളത്തിൽ ഇപ്പോൾ സംസാരം അപ്പോ ആന്റിയുടെ ഹസ്ബൻഡ് അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അവര് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ പാസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കണം, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ പാസ്റ്റർ എന്നോട് പറഞ്ഞ, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കേട്ട് ഞങ്ങളും ആ പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കരം ഉയർത്തി നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന പാസ്റ്റർ പറഞ്ഞു. ഞങ്ങളുടെ സന്തോഷവും പദവിയും അതാ കർത്താവ് തന്ന ഈ അനുഗ്രഹത്തിനായി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ശരിക്കും ഞങ്ങളുടെ കൂടെ എന്നെ അറിയാവുന്ന ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് കർത്തദാസന്മാർ അവർ വിളിച്ച് അല്ലെങ്കിൽ ഇമെയിലൂടെ SMS-ലൂടെ പറയുന്നു, സാമേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ പ്രാർത്ഥനകൾ നിൽക്കുന്നു. കോട്ടയത്ത് തന്നെ ഏതെല്ലാം ദൈവദാസന്മാർ, കേരളത്തിൽ എന്തുമാത്രം ദൈവഭക്തന്മാർ, ദൈവദാസിമാർ ഞങ്ങളുടെ കൂടെ, നമ്മുടെ കൂടെ കൊണ്ട് ഒരു മനസ്സോടുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ യേശു പ്രവർത്തിക്കും. കേരളം സന്തോഷിക്കട്ടെ. ഇത് ഉല്ലസിക്കുന്ന ഒരു കേരളമായി, പ്രാർത്ഥിക്കുന്ന കേരളമായി കേരളം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗദിയിലായിരുന്ന ആ കുടുംബം ഈ വെളുപ്പിനെ അവരിത് കണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകണമെങ്കിൽ അവർ എന്തുമാത്രം ക്ലേശങ്ങളിലൂടെ പോകുന്നു. നമുക്ക് ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ദൂര രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവർ ജോലിയിൽ നേരിടുന്ന ക്ലേശങ്ങളിൽ യേശുവിന്റെ കരം അവിടെ വരേണ്ടതിന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജോലി മേഖലകളിൽ അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം ഇപ്പോൾ തന്നെ വയ്ക്കണമേ. ഈ ബീന എന്ന ഈ സഹോദരി അവരുടെ ഹസ്ബൻഡിന് വേണ്ടി യേശു പ്രവർത്തിച്ച വിടുതലിന്റെ സാക്ഷ്യം പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയിരങ്ങളുടെ ജോലി മേഖലകളിൽ യേശുവിന്റെ നിയന്ത്രണവും ദൈവിക നീതിയും ദൈവിക സമാധാനവും ഉണ്ടാകും. ജോസഫ് ഹരിപ്പാട് നിന്ന് വിളിച്ചിരിക്കുന്നു. ഫ്രണ്ട്സിന് ക്യാൻസർ, ജോസഫിന് ലിവറിന് അസുഖം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ രോഗബന്ധനം ആ കുടുംബം വിട്ട് പുറത്തു പോകട്ടെ. പൂർണ്ണ ബലത്തെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അനീഷ് മാങ്ങാനത്ത് വിളിച്ചിരിക്കുന്നു. MSW വൈവ ആണ്. കർത്താവെ ആ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ മകൻ ആ വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. നല്ലപോലെ നല്ലൊരു വിജയം അവന് കൊടുത്താട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവനെ ബലപ്പെടുത്തിയാട്ട് അവനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചിന്തകൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കൊച്ചിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. നല്ല പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കടബാധ്യത മാറുവാനായി പ്രാർത്ഥിക്കണം.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ശുഭഭാവി നന്നായി വരുവാൻ ദൈവകൃപയ്ക്കുള്ളിൽ അവർ മറയപ്പെടേണ്ടതിന്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായി തീരേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലെ ബാധ്യതകൾ പൂർണ്ണമായി വീട്ടുവാൻ സ്വർഗീയ കലവറ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോൾ നന്മ കൊണ്ടവരെ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നമുക്ക് അർജന്റായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ബിജു RCC ട്രിവാൻഡ്രത്തു നിന്നാണ് ഈ വിവരം വന്നിരിക്കുന്നത്. RCC കിടക്കുന്ന അനന്യ കഫക്കെട്ട് മൂലം വിഷമിക്കുന്നു, ആഹാരവും കഴിക്കുന്നില്ല. പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. നമുക്ക് മറ്റു വിഷയങ്ങൾ തീർച്ചയായിട്ടും അർജന്റാണ്, എങ്കിലും ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. RCCയിൽ മറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ധാരാളം ആളുകൾ, ഭവനങ്ങളിൽ പ്രിയപ്പെട്ടവര്, മക്കള്, ഹസ്ബൻഡ്, ഭാര്യ, സഹോദരൻ, സഹോദരി, പിതാവ്, മാതാവ്, ആൺകുഞ്ഞ്, പെൺകുഞ്ഞ്, ക്യാൻസറിനാൽ ഭാരപ്പെടുന്ന നൂറുകണക്കിന് ജീവിതങ്ങളുടെ വിവരങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ക്യാൻസർ എന്ന രോഗത്താൽ വിഷമിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുത്തെ അത്ഭുത കരം ഈ കുഞ്ഞിന്റെ മേൽ വെക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനന്യം യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അതോടൊപ്പം ആ ആശുപത്രിയിൽ നിന്ന്, വിവിധ ആശുപത്രികളിൽ നിന്ന് ഞങ്ങളോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തെയും, പ്രത്യേകിച്ച് ക്യാൻസറിന്റെ പിടിയിലായിരിക്കുന്നവര്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അങ്ങയുടെ കരം തൊട്ട് അവിടുന്ന് അവരെ വിടുവിക്കും. യേശുവിന്റെ നാമത്തിൽ അവർ ഓരോരുത്തരും സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. നമുക്ക് ഒരു SMS വന്നാണ്. മക്കളുടെ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം മാറണം, ഭർത്താവിന് ജോലി ലഭിക്കണം, സ്വഭാവത്തിനൊരു മാറ്റം വരണം. കർത്താവെ, ഈ വിഷയങ്ങൾ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ആ മക്കളുടെ വഴക്കുണ്ടാക്കുന്ന സ്വഭാവം മാറട്ടെ. കർത്താവെ, അവർ നല്ല കുട്ടികളായി, ദൈവത്തിലെ യേശുവിനെ അറിയുന്ന കുട്ടികളായി വളർന്നു വരട്ടെ. ഭർത്താവിന് നല്ലൊരു ജോലി, കർത്താവെ, ആ ഒരു വഴി അങ്ങ് തുറന്നു കൊടുത്താട്ട് കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല സ്വർഗീയ നന്മകളാലും നിറച്ചാട്ട് പ്രാർത്ഥനയുടെ കുറയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. റിനു, ബിന്ദു എന്ന് പറയുന്ന സിസ്റ്റർ മുളവൻ എന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, മകൾ അഖില ബ്ലഡ് ടെസ്റ്റ് നടത്താൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ടു, സംഭവിച്ചത് എല്ലാം നോർമലാണ്. കർത്താവ്, മകൾക്ക് ശരീരത്തിൽ കുരുക്കൾ വരുന്നു, പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ശരീരത്തിൽ ത്വക്കില്, ശരീരത്തിൽ കുരുക്കള്, പരുക്കള് എന്ന് വേണ്ട വ്രണങ്ങള്, പൊട്ടി ഒലിക്കുന്ന അവസ്ഥ, ഷുഗർ നിമിത്തം ഉണ്ടായ മുറിവുകൾ കരിയാതിരിക്കുന്ന അവസ്ഥ, ഡയബറ്റിക്സിന്റെ ആധിക്യ നിമിത്തം ക്ലേശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകട്ടെ. എന്റെ യേശു കൊടുത്ത സൗഖ്യം അവരുടെ വായ കൊണ്ട് സാക്ഷ്യപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം അവർക്കുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. മരുമകന് വീസ ലഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി, ഒരു വെയിൻ പൊട്ടിപ്പോയിരുന്നു. ഈ വിഷയങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അത്ഭുതകരമായ സൗഖ്യവും നൽകി, വീസായും നൽകി. പൂർണ്ണ സൗഖ്യത്തോടെ മരുമകൻ സൗദിക്ക് കടന്നുപോയി. എല്ലാം പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി ആ കുടുംബം അറിയിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് സുരേഷ് വിളിച്ചിരിക്കുന്നത് കൂട്ടുകാരൻ വിക്ടർ എലിപ്പനിയായിട്ട് സീരിയസ് ആയിട്ട് ആയിരിക്കുന്നു, പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം അദ്ദേഹത്തിന് മേൽ ഇപ്പോൾ ഇറങ്ങി പരിപൂർണമായ വിടുതൽ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുക്കുക ജീവന പകരുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥിക്കുന്നു. ആ രോഗബന്ധനം അഴിഞ്ഞു മാറട്ടെ. സൗഖ്യം ട്രിവാൻഡ്രത്ത് നിന്ന് നഹു വിളിച്ചിരിക്കുന്നത് തലവേദന, കണ്ണുവേദന, മുടി കൊഴിയുന്നു, പൂർണ്ണ വിടുതൽ വേണം. അതുപോലെ മദറിലോ ബ്രസ്റ്റ് ക്യാൻസറിന് ഭാരപ്പെടുന്ന ഓപ്പറേഷൻ കൂടാതെയുള്ള സൗഖ്യത്തിനുണ്ട്. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് നഹുവിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മാളിമേൽ ദൈവിക സൗഖ്യം, ആരോഗ്യം വ്യാപരിക്കട്ടെ. കർത്താവ് മദറിലോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മകൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഇവിടെ ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് വിഷയങ്ങൾ, ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന 10,000കണക്കിന് വിഷയങ്ങൾ, വിവരങ്ങൾ, ജീവിതങ്ങൾ, നമുക്ക് ഓരോ ദിവസവും ഈ പ്രാർത്ഥനാ വിഷയങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും എൻ്റെ മുമ്പിൽ ഏറ്റവും മുകളിലിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിൻ്റെ നമ്പർ 9,999.
145 9145 വീണ്ടും നൂറുകണക്കിന് വിഷയങ്ങൾ ഇവിടേക്ക് വന്നു കയറേണ്ടതാണ്. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിനാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഇതിന്റെ മേൽ വച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവേ, അങ്ങയുടെ അത്ഭുത കരം ഈ വിഷയങ്ങളുടെ മേൽ വയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഓരോ വിഷയത്തിന്റെ മേലും വ്യക്തിക്ക് ഉണ്ടാകട്ടെ. പൂർണ്ണ വിമോചനം യേശുവിന്റെ നാമത്തിൽ ഓരോ വിഷയങ്ങളിലും ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് ചെയ്ത അത്ഭുതം ഈ മക്കൾ അനുഭവിക്കട്ടെ. അവർ വിളിച്ചു പറഞ്ഞ് യേശു വിടുവിച്ചത് അവർ സാക്ഷ്യപ്പെടുത്തട്ടെ. നിന്റെ നാമമഹത്വത്തിന് കാരണമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ ഓരോ വിഷയത്തിനുമേലും സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ വിളിച്ചു പറയണം. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം, യേശു സമാധാന പ്രഭു. ബാബു നേരിടത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. ബിസിനസ് തകർച്ചമാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങത്തക്കവണ്ണം ദൈവശക്തി നിമിത്തം മുഖങ്ങൾ തകർന്നു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അത്ഭുത വിടുതലോടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. എറണാകുളത്ത് നിന്ന് റേച്ചൽ വിളിച്ചിരിക്കുന്ന ഫ്രണ്ട് ബീന കടഭാരത്ത് കടന്നു വന്നു. ജപ്തി നടപടി ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ആ ബീനാക്കി വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ കടഭാരങ്ങളും മാറട്ടെ. ജപ്തി എന്ന് പൂർണ്ണ ഒരു വിടുതൽ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. സൂസൻ എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഫ്രണ്ട് ജിനി കിഡ്നി പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നു. സീരിയസ് ആയി അമൃത ഹോസ്പിറ്റൽ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവശക്തി വ്യക്തമായി ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. കർത്താവേ, ആ കിഡ്നി പ്രോബ്ലം പൂർണ്ണമായി മാറിപ്പോകട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുവാനിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തില് മനോരമയിലെ 7ാമത്തെ പേജിലെ വിദേശം എന്ന കോളത്തില് എന്ന പേജില് ബ്രിട്ടീഷ് സൈനികനെ നടുറോഡിൽ കഴുത്തറുത്ത് കൊന്നു എന്ന ഒരു മെയിൻ വാർത്ത വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അക്രമങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും നടുറോഡിൽ വെച്ച് മനുഷ്യനെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞ 4 നിയമങ്ങൾക്കോ 2 ശിക്ഷകൾക്കോ ഇതിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കത്തില്ല. സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നിയന്ത്രണം എല്ലാ മേഖലകളിലും ഉണ്ടായാലേ കഴിയുള്ളൂ. ഞങ്ങളോട് ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച കർത്താവേ, ലോകരാജ്യങ്ങളിൽ അങ്ങയുടെ സമാധാനവും യേശുവേ അങ്ങയുടെ നിയന്ത്രണവും ഉണ്ടാകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനജീവിതത്തിന്റെ സ്വൈര്യത കെടുത്തുന്ന എല്ലാ ശക്തികളെയും അവിടുന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൈന്യങ്ങളുടെ അധിപനായ എന്റെ കർത്താവ് ജനത്തിനു വേണ്ടി എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ഗുഡ് മോർണിംഗ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നമ്മുടെ ഒരു പ്രോഗ്രാം സുജിത്ത് ബിറ്റു ദമ്പതികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രത്യക്ഷയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥന, അവർക്ക് 2 മക്കള് അവർക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളോടൊപ്പം സന്മനസ്സോടെ ആത്മാവിന്റെ പ്രേരണയിൽ കൈത്താങ്ങൾ നൽകുന്ന ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ പ്രിയമുള്ളവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അഭിനന്ദിക്കുമ്പോൾ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിലേക്ക് നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. യേശു ഓരോ വ്യക്തിയുടെയും കണ്ണുനീര് തുടയ്ക്കുന്നത് നമുക്കൊന്നിച്ച് കണ്ട് സന്തോഷിപ്പാനിടയാകണം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് അയക്കപ്പെട്ട് കടന്നു വരുന്ന ദൈവത്തിന്റെ കരുതലുകൾക്ക് ദൈവത്തിന്റെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾ നന്ദി പറയുന്നു. വിശിഷ്യ ബിറ്റുനെയും സുജിത്തിനെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നീ കൊടുത്ത ഭൗതിക നന്മയില്ലെന്ന് ഒരു ദിവസത്തെ ശുശ്രൂഷയുടെ ചിലവ് വഹിക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കുന്നു. ദൈവകൃപയുടെ സമൃദ്ധി എല്ലായിടത്തും അനുഭവിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ഇന്നലെ വൈകിട്ട് ഒരു 1/2 മണിക്കൂറോളം എറണാകുളത്ത് നിന്നുള്ള ഒരു പിതാവ്, എബ്രഹാം എന്നാണ് പേര്, അദ്ദേഹവുമായിട്ട് സംസാരിക്കാനിടയായി. അദ്ദേഹം പല കാര്യത്തിലും ഹൃദയം പൊട്ടുക. അദ്ദേഹത്തിന് നമ്മള് കർത്താവിൽ ചെയ്യുന്ന ആ പ്രവർത്തികളെ ഓർത്ത് അദ്ദേഹത്തിന് നന്ദി കൊണ്ട് അദ്ദേഹം കരയുമായിരുന്നു പാസ്റ്റർ.
വരുന്നുണ്ട് കുടുംബമായിട്ട് ഇവിടെ വരും. എന്താ 28-ാം തീയതി ഇവിടെ വരാൻ കാരണം? 28-ാം തീയതി നമ്മുടെ ഓ, പ്രേയിങ് കേരള തുടങ്ങിയിട്ട് 100 ദിവസങ്ങൾ പൂർത്തീകരിക്കുന്ന ദിവസം 28-ാം തീയതി Hallelujah. രാവിലത്തെ ഈ പ്രേയർ എക്സ്ട്രാ ഉച്ച കഴിഞ്ഞ് വന്നതല്ല. അതെ തീർച്ചയായിട്ടും നമ്മൾ ഹാർവസ്റ്റ് ടിവിയോട് ഒത്തിരി കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ പറയാൻ മറന്നുപോയി, മിനിഞ്ഞാന്ന് നമ്മള് മിസ്റ്റർ ബിബി ജോർജിന്റെ ഭാര്യ ഷിജിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് സുഖകരമായ ഡെലിവറി നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺപൈതലിനെ ദൈവം ആ കുടുംബത്തിൽ നൽകി. അവരോട് ഹാർവസ്റ്റ് ടിവി കുടുംബത്തോട് പ്രേയിങ് കേരള കുടുംബത്തിന്റെ ലോക രാജ്യങ്ങൾ നമ്മോടൊപ്പം നിൽക്കുന്ന എല്ലാവരുടെയും കൺഗ്രാജുലേഷൻസ്, നല്ല ആശംസകൾ അവരെ ഓരോരുത്തരെയും അറിയിക്കുന്നു. അതുപോലെ 28-ാം തീയതി ഇവിടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ദയവായി നമ്മളെ വിളിച്ച് നമ്മൾ ഇവിടെ സീറ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ വരാവൂ. തീർച്ചയായിട്ടും വളരെ പരിമിതമായ സ്ഥല സൗകര്യം മാത്രമേ പ്രേയിങ് കേരളയുടെ കോട്ടയം സ്റ്റുഡിയോയിലുള്ളൂ. അതുകൊണ്ട് ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് വരാവൂ എന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അഥവാ വരാൻ പറ്റിയില്ലെങ്കിലും ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് നേരത്തെ തന്നെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കണമേ, ഒന്നിച്ചിരിക്കണമേ എന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്ന കർത്താവിൽ ലോകരാജ്യങ്ങൾ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഡോക്ടർ ഹാരി ഗോംസ് അവരുകൾ നമ്മോടൊപ്പം ശുശ്രൂഷയിൽ വിശേഷ അതിഥിയായിട്ടുണ്ടാകും. പ്രമോദേ, അതുമായി ബന്ധപ്പെട്ട് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ഞാൻ വലിയ പ്രതീക്ഷയോടെ ആ ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. യേശു അത്ഭുതങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ യേശു ഒരുപോലെ ഉയർത്തും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. അപ്പോൾ തന്നെ 26-ാം തീയതി നമ്മുടെ അക്കാഡമി, അതെ 26-ാം തീയതി, that means ഈ സൺഡേ കല്യാണമൊക്കെ രാവിലെയാണ്. ഉച്ചയ്ക്ക് തീർച്ചയായിട്ടും താങ്കളും താങ്കളുടെ മക്കളും അറിയാവുന്ന കുഞ്ഞുങ്ങളെല്ലാം ടെലഫോൺ ചെയ്ത് അറിയിച്ച് അവരെ കൂടെ അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് അവരെ വിളിച്ചിരുത്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കണം. അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ഈ 3 ഗണത്തിൽപ്പെടുന്നവർക്ക് പ്രയോജനമുള്ള ക്ലാസുകൾ എടുക്കുവാൻ അധ്യാപന രംഗത്തുള്ള ശ്രേഷ്ഠരായ ആളുകൾ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മാത്രമല്ല ലീഡർഷിപ്പിനെ കുറിച്ച്, ആക്റ്റീവ് ലീഡർഷിപ്പ്, പ്രോപ്പർ ലീഡർഷിപ്പ്, അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുവാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും താങ്കളുടെ ജീവിതത്തിൽ ഇത് വളരെ അനുഗ്രഹത്തിന്റെ ഒരു സമയമായിരിക്കും. ഇന്ന് തന്നെ 7 മണിക്ക് ശേഷം താങ്കളുടെ മക്കളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുക എന്ന് ഞങ്ങൾ പറയുമ്പോൾ എപ്പോഴും ഓർക്കണം, അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഒരിക്കൽ പോലും പ്രാർത്ഥനയ്ക്ക് ഇവിടെ ചാർജ് വരത്തില്ല, ഫീസ് വരത്തില്ല. അങ്ങനെ ഒരിക്കൽ പോലും ആരും സ്വപ്നം കാണേണ്ട. ധൈര്യത്തോടെ ലോകത്തിന്റെ ഏതു രാജ്യത്ത് wherever your children are studying, I would encourage you, please pick up the phone and dial the number that is on the screen, or even send an email with the details of your kids. prayingkerala@gmail.com prayingkerala@gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ മക്കളുടെ വിവരങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ യേശുവിന്റെ മക്കളുടെ പ്രാർത്ഥനയുടെ കവറിങ്ങിൽ നിൽക്കട്ടെ. കോട്ടയത്ത് എനിക്ക് വിളിച്ചിരിക്കുന്ന ഫാദർ സാമുവലിന്റെ BP കൂടി, അത് നോർമൽ ആയിട്ട് പ്രാർത്ഥിക്കുന്ന അവരുടെ കസിൻ ജോർജ് തോമസൻ, അതിന് ഷുഗർ കൂടി, ECGയിൽ വേരിയേഷനും ഉണ്ട്. സൗകര്യത്തിന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ശമുവേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോർജ് സമൂഹലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവിക സൗഖ്യം ഇരുവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പരിപൂർണമായി വിടുവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സാറാമ്മ കർണാകപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ നീനുവിന് എഞ്ചിനീയറിംഗ് എക്സാം. കർത്താവെ, എക്സാം എഴുതുന്ന മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്റെ മകളുടെ ഉണ്ടായിരിക്കണം. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവെ എക്സാം എഴുതുമ്പോൾ കർത്താവെ നല്ല രീതിയിൽ എക്സാം എഴുതുവാൻ കർത്താവെ എക്സാമിന് ഒരു ഉന്നത വിജയം നിന്റെ മകൾക്ക് കൊടുത്താട്ട് ആ മകളുടെ ഭാവി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. തൃപ്പൂണിത്തുറന്ന് സൂസൻ വിളിച്ചിരിക്കുന്ന ആയിഷ എന്ന വ്യക്തിക്ക് ഇന്നൊരു ഓപ്പറേഷൻ ഉണ്ട്. പരിപൂർണമായി സൗഖ്യമുണ്ടാകുന്നു. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം കൂടിയിരിക്കണം. പൂർണ്ണമായി വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എല്ലാ മേഖലയും പൂർണ്ണമായി വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷന് പരിപൂർണമായ കർത്താവ് നിന്റെ സാന്നിധ്യ പരിപാലനം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ. ഷീലിയും മലയിൽ കീഴിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 5 മാസം പ്രായമുള്ള കുഞ്ഞിന് ഭയം മൂലം ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. കർത്താവേ, ഞങ്ങളെ കുഞ്ഞിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതാണ്. പക്ഷേ അത് രാത്രിയിൽ ആ ഉറക്കമില്ലായ്മ കർത്താവേ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇന്നു മുതൽ കർത്താവെ ആ കുഞ്ഞ് നല്ല രീതിയിൽ ഉറങ്ങട്ടെ. കർത്താവെ, കുഞ്ഞിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ചെങ്ങന്നൂരിൽ നിന്ന് ലിജോ വിളിച്ചിരിക്കുന്നത് മകൾ ക്രിസ്റ്റീന, 1.5 വയസ്സുള്ള മകൾക്ക് പനിയാൽ ഭാരപ്പെടുന്ന സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ആ പ്രിയ മകൾ ക്രിസ്റ്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഇതേ നിമിഷം പരിപൂർണമായ സൗഖ്യം മകളുടെ മേൽ ഉണ്ടാകട്ടെ, പൂർണ്ണമായി ഞങ്ങൾ വിടുവിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഈ പകൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് നമ്മുടെ കേരളത്തിനായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത, നമ്മുടെ എൻ്റെ മലയാളം ശ്രേഷ്ഠം എന്ന മലയാളത്തിൻ്റെ ശ്രേഷ്ഠ ഭാഷാ പദവിക്ക് കേന്ദ്ര അംഗീകാരം 100 കോടി രൂപ കിട്ടും. ആ ഭാഷ, മലയാള ഭാഷ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷകളൊന്ന മലയാള ഭാഷ. ഈ ഭാഷയുടെ വികസനത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നത് 100% അഭിനന്ദനാർഹമാണ്. നമ്മുടെ ഭാഷ, മലയാളികൾ സംസാരിക്കുന്ന മലയാള ഭാഷ എല്ലായിടത്തും എല്ലാ നിലയിലും ഉയർന്നു വരട്ടെ. അത് എന്ന പദവിയോടുകൂടെ നിൽക്കട്ടെ. എൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന മുൻനിരയിൽ നിന്ന് അധ്വാനിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തെ മുഴുവനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ കർത്താവേ, ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങൾ നിൽക്കുന്ന എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ ദേശത്തെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും കേരളം ലോകരാജ്യങ്ങളിലേക്ക്, ലോകോത്തര നിലവാരത്തിലേക്ക് ഞങ്ങളുടെ സംസ്ഥാനം ഉയരട്ടെ. കഴിഞ്ഞകാല കെടുതികളിൽ നിന്ന് എല്ലാം ഈ സംസ്ഥാനം 100% വിമുക്തമാകട്ടെ. നന്മ കൊണ്ട് ഈ സംസ്ഥാനത്തെ ജീവിതങ്ങളെ നിറയ്ക്കും. പട്ടിണിയും ദാരിദ്ര്യവും ആത്മഹത്യകള് ഈ സംസ്ഥാനത്ത് നിന്ന് മാറിപ്പോകട്ടെ. പല നിലവിലുള്ള അടിമത്തങ്ങളിൽ നിന്ന് ഈ സംസ്ഥാനം, ജീവിതങ്ങൾ മുഴുവൻ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് സംസ്ഥാനത്തിന്റെ മേൽ കൽപ്പിക്കുന്നു. അത് ഉളവായി വരും. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ കൂട്ട സഹോദരന്മാരോടൊരു പ്രാർത്ഥനയെ കുറിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. പാസ്റ്ററും ടീമും ഇന്ന് തമിഴ്നാട് സേലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ്. 460 കിലോമീറ്റേഴ്സ് ഉണ്ട്. പോയിട്ട് വൈകിട്ട് അവിടെ മീറ്റിംഗ് ഉണ്ട്. രാവിലെ തിരിച്ചു വരണം. നിങ്ങളുടെ വിശിഷ്യാലുള്ള പ്രാർത്ഥന സഹോദരന്മാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്. നല്ല യാത്രയുണ്ട്, വിശിഷ്യാൽ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ഇത്രയും ദൂരം യാത്ര ചെയ്യണമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഒരു 10,000-3000-ലധികം ലീഡേഴ്സ് ഈ രാജ്യത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് സേലത്ത് നടക്കുന്ന ആ മീറ്റിങ്ങിൽ വന്ന് കഴിഞ്ഞ ദിവസം മുതൽ ഒരു കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, ദൈവമഹത്വം അവിടെ ഇറങ്ങണം. God's glory should descend on everyone. അത് മാത്രം ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കണമേ. പാസ്റ്റർ മേസ്യ സെൽവകുമാർ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന് നമ്മോടൊപ്പം ശുശ്രൂഷിച്ച ദൈവത്തിന്റെ ഭക്തനം. ഈ രാജ്യത്തും നിന്ന് വിവിധ കോണുകളിൽ നിന്ന് കടന്നു വന്ന നേതൃത്വ നിരയുള്ള ദൈവഭക്തന്മാര് അവരുടെ ജീവിതങ്ങൾ കർത്താവിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പകർച്ചയ്ക്കായി പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ശുശ്രൂഷ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മ കൊണ്ട് നിറയ്ക്കണമേ. I pray Father that your traveling mercies shall surround us, Lord. അങ്ങയുടെ എല്ലാവിധ യാത്രയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നാളെ പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് കാണുന്നത് വരെയും കർത്താവിന്റെ കൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. കഴിയുമെങ്കിൽ ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് കരകളെ തട്ടി ചേർന്ന് പാടി. 6 വർഷമായി മക്കളില്ല. ജയ ചിങ്ങവന അനുജത്തിക്ക് 30 വയസ്സിൽ വിവാഹം നടക്കണം. സഹോദരന് മദ്യപാനം മാറണം. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഈ കുടുംബത്തിൽ ഓരോ അതത് വിഷയങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ ധാരാളം പ്രാർത്ഥന വിഷയങ്ങളോടെ വന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിലെ ഏതൊരു രാജ്യത്തുള്ളവർക്കും നമ്പറുകൾ കൊടുക്കാവുന്നതാണ്. കടന്നു പോകുന്ന ഒരു വൈഷമ്യത്തിന് മുമ്പ്
ആരോടും അത് തുറന്നു പറയാനില്ലാതെ വരുമ്പോൾ ഞാൻ ഉറപ്പായി പറയട്ടെ, നമുക്ക് യേശുവുണ്ട്. യേശു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ ദൈവത്തിന്റെ മക്കളുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതു സമയത്ത് 24/7 people will be available for you. God's children are there. സമർപ്പിക്കപ്പെട്ട യേശുവിന്റെ ആത്മാർത്ഥമായ ദൈവകൃപയോടെ പ്രാർത്ഥനയിൽ താങ്കൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അവസാന വ്യക്തിയുടെ കണ്ണുനീർ വരെയും യേശു തുടയ്ക്കുന്നത് കാണാം. നമുക്കൊന്നിച്ച് കരങ്ങൾ ഉയർത്തി. കുഞ്ഞിന് 8 വർഷമായി ആസ്മ രോഗത്താൽ ഭാരപ്പെടുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, പൂർണ്ണ സൗഖ്യം ആ കുഞ്ഞിന്റെ മേൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അഥവാ താങ്കളുടെ പ്രാർത്ഥന വിഷയം ഈ സ്ക്രീനിൽ വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ ദയവായി വിഷമിക്കരുത്. ദൈവത്തിന്റെ മക്കൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു അത്ഭുതം പ്രവർത്തിക്കും. 26-ാം തീയതി ശുശ്രൂഷയുടെ കാര്യം മറക്കരുത്. മറ്റുള്ളവരോട് അറിയിക്കാൻ ലോകത്തിന്റെ ഏതു രാജ്യത്തിരിക്കുന്നവർക്കും harvesttv.in എന്ന വിലാസത്തിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ തത്സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇത് യേശുവിന്റെ അത്ഭുതത്തിന്റെ നാളുകൾ. ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓരോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകാൻ മാത്രമല്ല, ഈ പാട്ട് ആരോഗ്യത്തോടെ താങ്കളെ കൊണ്ട് ദൈവം പാടിവെക്കും. രോഗികൾ ഉച്ച മുതൽ പാദം വരെ ഏതു തരത്തിലുള്ള രോഗമാണെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നതിന് അടയാളമാണ് 2 കരങ്ങൾ ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, വിവിധ നിലകളിൽ രോഗത്താൽ പ്രയാസപ്പെടുന്ന പകർച്ചവ്യാധികൾ, ക്യാൻസർ, ട്യൂമറുകൾ, ആന്തരിക അവയവങ്ങൾ, ബാഹ്യ അവയവങ്ങൾ രോഗത്താൽ പിടിക്കപ്പെട്ട ഓരോ ജീവിതത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവർ ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ എന്റെ കർത്താവ് ചെയ്ത വിടുതൽ സംഭവിക്കട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിന് മേൽ ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് എക്സാം എഴുതുന്നവരുണ്ട്, പ്രൊഫഷണൽ കോഴ്സുകൾ ഫൈനൽ എക്സാം നടക്കുന്നവരുണ്ട്, ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്. ഓരോരുത്തരുടെ മേലും കുടുംബജീവിതത്തിൽ പ്രശ്നം നേരിടുന്നവരുണ്ട്, വ്യക്തിപരമായ ക്ലേശങ്ങളുണ്ട്, വിവാഹം നടക്കാത്തവരുണ്ട്, തലമുറയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഉള്ള മക്കൾ ദൈവവഴിയിൽ നടക്കാത്തതിൽ ക്ലേശിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഏതു തരത്തിലുള്ള വിഷയമാണ് ഞങ്ങൾ കടന്നു പോകുന്നതെങ്കിലും യേശു നമുക്കുള്ളത് കൊണ്ട് യേശുവിൽ വിശ്വസിച്ച് 2 കരവും ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തിനും മേലും അങ്ങനെ കരം നീട്ടും യേശുവിന്റെ നാമത്തിൽ. അവിടുന്ന് അവരെ തൊട്ട് സുഖപ്പെടുത്താം. ഓരോ വിഷയങ്ങളുടെ മേലും ദൈവിക മറുപടിയും വിടുതലും സന്തോഷവും അവരനുഭവിക്കും യേശുവിന്റെ നാമത്തിൽ. തീർച്ചയായിട്ടും ഈ യേശുവോടുള്ള യാത്ര, യേശുവോട് കൂടെയുള്ള യാത്ര ശ്രേഷ്ഠമായൊരു യാത്രയാണ്. യേശു ഒരുക്കിയ ആനന്ദമായ നിത്യജീവൻ സമൃദ്ധമായി അനുഭവിക്കാൻ നാം ചെയ്യേണ്ടത് യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. Only trust in Jesus and only believe in Jesus and receive Him as the Savior of your life. നിന്റെ ജീവിതത്തിന്റെ രക്ഷിതാവാണ്. യേശുവിനെ സ്വീകരിക്കുക. In Jesus you have a bright future. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. 2 കരങ്ങളും